നല്ല സ്ട്രഗിളിങ്ങാ. പോക്കി തൃശൂർ ജില്ലയിലേക്ക് വാഹനങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് തലയുയർത്തിയെന്ന ബോർഡിന് ഇത് തലയില്ല. നോക്കുകുത്തി പോലെ കമ്പി മാത്രം ബാക്കി. സ്വാഗതം ചെയ്ത് ജനത്തെ കബളിപ്പിക്കേണ്ടെന്ന് കരുതി ആരെങ്കിലും ആ വരവേൽപ്പ് വേണ്ടെന്ന് വെച്ചതാകണം. ഇതാണ് എറണാകുളത്ത് നിന്ന് വരുമ്പോൾ തൃശൂരിലേക്ക് കയറുന്നതിനുള്ള അതിർത്തി. ഇവിടെ നിന്നാണ് ഇനി ബ്ലോക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ആദ്യ ബ്ലോക്ക് ചിറങ്ങര, ചിറങ്ങര കഴിഞ്ഞാൽ മുരിങ്ങൂർ, മുരിങ്ങൂരിൽ നിന്ന് കുറച്ച് മാറി പേരാമ്പ്ര, പേരാമ്പ്രയിൽ നിന്ന് പോകുമ്പോൾ ആമ്പല്ലൂർ, ആമ്പല്ലൂരാണ് അവസാന ബ്ലോക്ക്. പിന്നെ അവർക്ക് പിന്നെ വന്ദേ ഭാരത് ഉണ്ടോണ്ട് പിന്നെ കുഴപ്പമില്ല. അത്ത കയറി നിന്നാൽ ഇപ്പം ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും അറിയണ്ടല്ലോ. ഈ ദേശീയപാത 544 യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ ഗെയിമിലൊക്കെ നല്ല ഓരോ ടാസ്കുകൾ അത് മറികടന്ന് വേണം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താനാണ്. പാലക്കാട് കിടക്കുന്ന ഒരാൾക്ക് എറണാകുളമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രഗിളിങ്ങാണ്. നമ്മൾ ടാക്സ് കൊടുക്കുന്ന രാജ്യത്താണ് നമ്മൾ ഈ സ്ട്രഗിൾ കൂടെ അനുഭവിക്കുന്നത്. ആരോട് പറയാൻ? കോടതികൾ പോലും ഇടപെട്ടാൽ പോലും മഴക്കാലം വരും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നൊരു വിഭാഗം പറയും. നമുക്ക് മനസ്സിലാകാത്തത് മഴക്കാലം ഇന്ന് തുടങ്ങിയല്ലോ, വർഷങ്ങളായില്ലേ. അപ്പം ആ മഴക്കാലത്തിന് യോജിച്ചായ ടാറിങ് പരിപാടികളൊക്കെ ചെയ്യണ്ടേ. നമ്മുടെയൊക്കെ പല വീടുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വെള്ളം കയറുന്ന സാധ്യതയുള്ളിടത്ത് വീടിനെ പൊക്കി, ഓഫീസുകളെല്ലാം പൊക്കി. ഈ വെള്ളം കയറിയാലും വീട്ടിൽ കയറാതിരിക്കാനും ഓഫീസിൽ കയറാതിരിക്കാനും നമ്മൾ പൊക്കി വെച്ചു. ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചാൽ അല്ലേ? ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഈ റോഡ് പോകുന്നിടത്ത് വെള്ളമുണ്ട്, കണ്ടമുണ്ട്, ചതുപ്പുണ്ട്, എല്ലാം ഉണ്ട്. അതിനെ മറികടക്കാൻ ഈ 2025 പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? ചിറങ്ങരയിൽ കുരുക്കും കുഴിയുമായി അടിപ്പാത നിർമ്മാണം തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ബ്ലോക്കും കുഴിയും മാത്രം ബാക്കി. എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന ഈ വാഹനങ്ങളെ നോക്കുക. സമാധാനത്തോട് ഓടിച്ചു വരുന്നവർ കുറച്ചു കഴിയുമ്പോൾ ബ്രേക്ക് ഇട്ടതുപോലെ നിൽക്കും. ആദ്യം അധികൃതരെ പഴിക്കും, പിന്നെ ഈ വഴി വന്നതിന് സ്വയം ശപിക്കും. ആരെയും വേറെ കിട്ടാത്തതുകൊണ്ട് സ്വന്തം വണ്ടികളെ പഴിക്കും. തൃശൂർ ജില്ലയിലേക്ക് വാഹനങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് തലയുയർത്തിയെന്ന ബോർഡിന് ഇത് തലയില്ല. നോക്കുകുത്തി പോലെ കമ്പി മാത്രം ബാക്കി. സ്വാഗതം ചെയ്ത് ജനത്തെ കബളിപ്പിക്കേണ്ടെന്ന് കരുതി ആരെങ്കിലും ആ വരവേൽപ്പ് വേണ്ടെന്ന് വെച്ചതാകണം. ഇതാണ് എറണാകുളത്ത് നിന്ന് വരുമ്പോൾ തൃശൂരിലേക്ക് കയറുന്നതിനുള്ള അതിർത്തി. ഇവിടെ നിന്നാണ് ഇനി ബ്ലോക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ആദ്യ ബ്ലോക്ക് ചിറങ്ങര, ചിറങ്ങര കഴിഞ്ഞാൽ മുരിങ്ങൂർ, മുരിങ്ങൂരിൽ നിന്ന് കുറച്ച് മാറി പേരാമ്പ്ര, പേരാമ്പ്രയിൽ നിന്ന് പോകുമ്പോൾ ആമ്പല്ലൂർ, ആമ്പല്ലൂരാണ് അവസാന ബ്ലോക്ക്. നാട്ടുകാരെയും യാത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന ഈ ബ്ലോക്കിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? കുറച്ച് കിലോമീറ്റർ പിന്നിട്ടാൽ ആദ്യ ബ്ലോക്കിൽ സുരക്ഷിതമായി എത്താം. 3 വരിയായി സുഖമായി ഓടിക്കൊണ്ടിരുന്ന വണ്ടികൾ ചിറങ്ങരയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്തെത്തുമ്പോഴേക്കും ഒറ്റ വരിയിലേക്ക് മാറും. മാസങ്ങളായി ഇതാണ് സ്ഥിതി. സർവീസ് റോഡിന്റെ അവസ്ഥയും കഷ്ടമാണ്. കുഴികളാണ് ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കുഴി മൂടാൻ പൊടിക്കൈകൾ ചെയ്യുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരമില്ല. പണി ചെയ്യാൻ പണ്ടത്തെ പോലെ 3 പേരല്ല, അതിൽ കൂടുതൽ ആളുകളുണ്ട്. മണ്ണുമാന്തി യന്ത്രം വേറെ 3 എണ്ണം. എന്നാൽ പണി മാത്രം പൂർത്തിയാകുന്നില്ല. അതാണ് അധികൃതരുടെ കഴിവ്. അത് 2 വശത്തുണ്ട് ബ്ലോക്ക്. ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് കൊള്ളില്ല. റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ കുണ്ടും കുഴിയായിട്ട് ബൈക്കാരും ഇവരൊക്കെ വീഴാണ്. ഇവര് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറച്ച് ചെളി വാരിയിടും, അത് നിർത്തും. എല്ലാ പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നത്. റോഡ് മൊത്തം പൊളിഞ്ഞു വന്നിട്ട് അത്രയും പ്രശ്നം കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രശ്നം തന്നെ. ഈ പൊതുവഴി ചന്ദ്രൻ നടന്നു പോകുമ്പോൾ 10 വണ്ടി വരുന്നുണ്ട്. ചില പറഞ്ഞ അപ്പൊ നമ്മുടെ മേറ്റങ്ങാണ് മുട്ടി കഴിഞ്ഞാൽ നമ്മുടെ കഥ തീർന്നു. ഇപ്പോൾ കണ്ടതൊന്നുമല്ല ഗതാഗതക്കുരുക്കും കുഴികളും, കാണാൻ കിടക്കുന്നതേയുള്ളൂ. ചിറങ്ങര കഴിഞ്ഞ് ചെല്ലുന്ന മുരിങ്ങൂരാണ് കൂട്ടത്തിലെ കൊമ്പൻ. നമ്മുടെ നാട്ടിലെ ജനതയുടെ ഒരു അവസ്ഥയെ നമ്മൾ ടാക്സ് എല്ലാം കൊടുക്കുകയും ചെയ്യും. വികസനം എന്ന് പറഞ്ഞുകൊണ്ട് റോഡ് പണി ചെയ്യുന്നതുകൊണ്ട് ദേശീയപാതയാണ്. ഈ റോഡ് അടിപൊളിയായി കിടക്കുമ്പോൾ അത് റിയൽസ് എടുക്കാനും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ വരും. റോഡിൻ്റെ പണിക്കകത്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് റിയൽസ് എടുക്കാൻ ആരെയും കാണത്തുമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ കുഴപ്പമാണ്, ഇവൻ്റെ കുഴപ്പമാണ്, മറ്റവൻ്റെ കുഴപ്പമാണ്. ഇതൊന്നും ആരുടെയും കുഴപ്പമില്ല. വോട്ട് ചെയ്ത് വിടുന്നത് നമ്മുടെ കുഴപ്പമാണ്. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തിരക്കിട്ട് പോകുന്നവർക്കാണ് അവരുടെയൊക്കെ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ വീട്ടിൽ സ്വന്തം ജില്ലയിൽ തന്നെ പണിയെടുത്ത് ജീവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോട്ടയം ജില്ലക്കാർ, എറണാകുളം ജില്ലക്കാർ അവിടെ തന്നെ ചുറ്റുപറ്റി ജീവിക്കുന്നവർക്ക് കുഴപ്പമില്ല. അവർക്ക് പുറത്തോട്ട് ജില്ലകൾ മാറിപ്പോകാത്തതുകൊണ്ട് ടെൻഷൻ വേണ്ട. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഈ വഴി കൂടെ തന്നെ പോകുന്ന, കാറിൽ പാറിപ്പോകുന്ന അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവർക്ക് പിന്നെ വന്ദേ ഭാരത് ഉണ്ടോണ്ട് പിന്നെ കുഴപ്പമില്ല. അത്ത കയറി നിന്നാൽ ഇപ്പം ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും അറിയണ്ടല്ലോ. എന്താണെങ്കിലും വളരെ കഷ്ടമാണ് ആൾക്കാരുടെ ഒരു അവസ്ഥ. തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ കിടന്ന് നരകിച്ച് ചാകാനാണ് നമ്മുടെ അവസ്ഥ. ആരും നമ്മളെ സഹായിക്കത്തില്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓമ്പിയ ജീവിതമാണ് എന്നുള്ള ചിന്താഗതിയായിട്ട് ജനത ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. മീഡിയക്കാരെന്നും എടുത്ത് വാർത്തയിടും.
ഇടയ്ക്ക് ഹൈക്കോടതി ആയാലും വന്നിട്ട് ഇതെന്താ അവിടെ ഇങ്ങനെ നടക്കുന്നത്, നിങ്ങൾ ഈ പണിയെക്കുറിച്ച് റിപ്പോർട്ട് തരാൻ പറഞ്ഞു, ഇതെന്താ മന്ദഗതിയിൽ പോകുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ ഇങ്ങ് പോവുകയും ചെയ്യും. ഇതിങ്ങനെ എല്ലാ വർഷവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മഴ പെയ്യുന്ന നാടാണെന്നും ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥയൊക്കെ ഇത്രയും വർഷമായിട്ട് ആർക്കും പഠിക്കാൻ പറ്റിയിട്ടില്ലേ. ഈ ടാറിടുമ്പം ഇങ്ങനെ ടാറിട്ടിട്ട് കാര്യമില്ലെന്ന്, അല്ലെങ്കിൽ ഇതുപോലെ റോഡ് പണിതിട്ട് കാര്യമില്ലെന്ന്. എത്ര വർഷമായി ഈ പണിയൊക്കെ തുടങ്ങിയിട്ട്? പല സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിലൊക്കെ ടാർ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ വരുന്നത്. അത് കഷ്ടമാണ്. ജനാധിപത്യത്തിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.